ആ ചെക്കനും വന്നിട്ട് രണ്ടാളും ഭീഷണിപ്പെടുത്തി ഓള് മുസാബല പിടിച്ച് ഞാൻ 9 രൂപ എടുത്തിട്ടാ എന്നെ പറയണ്ട ഞാൻ വെച്ചോ നീ വെച്ച് നമുക്ക് എന്താ കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. കാസർഗോഡ് ജസീല എന്ന് പറയുന്ന 24-കാരിയായ ഒരു പെൺകുട്ടി സ്വയം ജീവനൊടുക്കിയിരിക്കുകയാണ്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഒരു തേങ്ങയുമല്ല, വ്യാജ മോഷണ കുറ്റം ആ പെൺകുട്ടിയുടെ തലയിൽ എടുത്തിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതെന്തോ തക്കതായ പ്രശ്നം ആ കുടുംബത്തിലുണ്ട്. ഒന്നുകിൽ ആ പെൺകുട്ടി ഇനി പ്രേമിച്ചെങ്ങാണ്ട് വന്ന് കയറിയതാണോ, അല്ലെങ്കിൽ ഇനി ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനം കുറഞ്ഞു പോയതാണോ, എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തോ ഒരു തക്കതായ റീസണിന്റെ പുറത്ത് ആ പെൺകുട്ടിയെ കുടുക്കിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും മാനസികമായി തളർത്തുക, നാറ്റിക്കുക, നാട്ടുകാരുടെ മുന്നിൽ കുടുംബക്കാരുടെ മുന്നിൽ നാറ്റിക്കുക, അങ്ങനത്തെ എന്തോ ഒരു സാധനമാണ് അവിടെ നടന്നിട്ടുള്ളത്. അല്ലാണ്ട് ചെറിയൊരു കാര്യമല്ല. ആ പെൺകുട്ടി ഒരിക്കലും മോഷണം ചെയ്തു എന്ന് ആ പെൺകുട്ടിയുടെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് ഇങ്ങനത്തെ ഒരു നാറിയ പരിപാടി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് പൊട്ടിക്കരഞ്ഞ് ഏങ്ങി കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അവസാനം സ്വയം ജീവനൊടുക്കിയിരിക്കുകയാണ്. തനിക്ക് താങ്ങാൻ പറ്റാത്തതിന്റെ അപ്പുറമുള്ള ഒരു മെന്റൽ ട്രോമ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ജീവനൊടുക്കിയല്ല അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത്. എന്നാലും ഞാൻ പറയുകയാണ്, ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അത്രയും തളർന്ന് തരിപ്പണമായിരിക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാരുടെ കുറ്റപ്പെടുത്തലും അത് ഉൾപ്പെടെയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഈ പെൺകുട്ടി പരാതിയായിട്ട് അങ്ങോട്ട് പോയപ്പോഴും പോലീസുകാർ കേസ് എടുക്കുന്നില്ല, പരാതി എടുക്കുന്നില്ല. ആ പെൺകുട്ടിയെ എല്ലാ സൈഡിൽ നിന്നും തളർത്തി എന്ന് തന്നെ പറയാൻ പറ്റും. അതുപോലെ ഒരു വനിതാ പോലീസ് അടക്കം പോലും ഇല്ലായിരുന്നു ചോദ്യം ചെയ്യുന്ന സമയത്ത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ആ പെൺകുട്ടിയെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ എല്ലാവരും കൂടി ക്രൂശിച്ചത്? ആ സ്റ്റേഷനിലുള്ള പോലീസുകാരെല്ലാം സസ്പെൻഡ് ചെയ്യണം. ഈ പെൺകുട്ടിയെ ഇത്രയും മാനസികമായി തളർത്തിയ പോലീസുകാരെ അടക്കം സസ്പെൻഡ് ചെയ്ത് എല്ലാത്തിനെയും പുറത്താക്കണം. ഇമാതിരി അപരാധം കാണിക്കുന്ന ഒരെണ്ണത്തിനെ നമ്മൾ വച്ചേക്കാൻ പാടില്ല. എന്താണ് ഈ പോലീസുകാർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ നാട്ടുകാരുടെ മുന്നിൽ ഈ പെൺകുട്ടിയെ ഒരു കളിയാക്കി അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ഈ അയൽവാസിയും ബാക്കിയുള്ള ടീംസും എല്ലാം കൂടി. എന്താണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്ന് പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. ഈ പെൺകുട്ടിയെ തളർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നാണം കെടുത്തിക്കൊണ്ട് എന്താണ് അവർ നേടുന്ന നേട്ടം? ഈ പെൺകുട്ടിയുടെ മരണ കാരണത്തിനുള്ള ഒരു അപരാധി മക്കളെയും വെറുതെ വിടാൻ പാടില്ല. ആ പെൺകുട്ടി അത്രയ്ക്ക് പൊട്ടിക്കരങ്ങി പറയുന്നുണ്ട് താൻ അത് ചെയ്തിട്ടില്ല, ചെയ്യത്തില്ല എന്ന്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു മാല അടിച്ചു മാറ്റിക്കൊണ്ട് ആ പരിസരത്ത് തന്നെ ജീവിക്കാൻ പറ്റൂ? ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. ഈ മാലയും പിടിച്ചോറിയൊക്കെ ഈ പറയുന്ന പോലെ വഴിയെ പോകുമ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് പോലെയല്ല സ്വന്തം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നൊക്കെ മോഷ്ടിച്ചും കൊണ്ട് അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തക്കതായ രീതിയിൽ അന്വേഷണം നടത്തണം. ഇത് മാലയോ കാര്യങ്ങളോ മറച്ചു വെച്ചുകൊണ്ട് എടുത്ത് മാറ്റി മറച്ചു വെച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ കരിവാരി തേച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ ഈ ഭൂലോകത്ത് തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്ന വീഡിയോ. ജസീലയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഓരോ അപരാധി മക്കളെയും ശിക്ഷിക്കണം. വ്യാജ മോഷണ കുറ്റമെടുത്ത് ആ പെൺകുട്ടിയുടെ തലയിൽ ഇട്ടുകൊടുത്തു എന്ന് തന്നെ മനസ്സിലാക്കാം. അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഭർത്താവിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് തോന്നുന്നത്, എന്റെ ഊഹം ശരിയാണെങ്കിൽ, ഈ പെൺകുട്ടിയെ അവര് മൊത്തത്തിൽ ആ കുടുംബം അടക്കം മൊത്തത്തിൽ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വരുന്നത്, അല്ലെ? ആ പെൺകുട്ടിയുടെ വായിൽ നിന്ന് തന്നെ വരുന്നുണ്ട് സ്വന്തം ഭർത്താവ് കാണിക്കുന്ന തെമ്മാടിത്തനത്തിനടക്കം. എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും മാനസികമായി തളർത്തി ആ വീട്ടിൽ നിന്നും പോയിക്കാനുള്ള ഒരു പ്ലാൻ ആയിരിക്കും ഇവർ ചിലപ്പോൾ ഇട്ടിട്ടുള്ളത്. അതിന്റെ ഒരു പിന്നാമ്പുറം കളിയായിരിക്കും ഈ മോഷണം എന്ന് പറയുന്ന സാധനം. വ്യാജ ആരോപണം എടുത്തിട്ട് ആ പെൺകുട്ടിയെ മാനസികമായി എത്രത്തോളം തളർത്താൻ പറ്റും, അതിന്റെ പീക്ക് ലെവലിൽ തളർത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. ഈ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും എന്നുള്ളൊരു കേസാണ് പറയുന്നത്. അയൽവക്കത്തായിരിക്കും ആ വീട്. ആ ഒരു സംഭവം നടന്നു എന്ന് പറയുന്നു. എന്നാൽ ആ സാധനം എവിടെ? ഈ പെൺകുട്ടി കട്ടെങ്കിൽ ആ സാധനം എവിടെ? ആ പെൺകുട്ടിയെ മൊത്തം ചെക്ക് ചെയ്ത് ആ വീടും ചെക്ക് ചെയ്ത് ആ സാധനം കണ്ടെത്തണം ഈ പെൺകുട്ടി കട്ടെങ്കിൽ. ഇനി എന്തായാലും എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു പക്ഷേ ആ സാധനം ഇനി കൊണ്ട് ഈ പെൺകുട്ടിയുടെ റൂമിലോ ബോക്സിലോ എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ട് വയ്ക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. അന്വേഷിച്ച് വരുമ്പോൾ സാധനം ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. ഈ പെൺകുട്ടി ഒരിക്കലും മോഷ്ടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആ പെൺകുട്ടി പറയുന്ന ഓരോ വാക്കിലുമുണ്ട് സത്യം. എത്രത്തോളം താൻ മാനസികമായി തളർന്നിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസുകാരുടെ അടുത്ത് പോയിട്ട് നീതി ലഭിച്ചിട്ടില്ല. ഒരു പരാതി കൊടുത്തപ്പോൾ പരാതി എടുക്കാൻ വയ്യ. ആർക്കു വേണ്ടിയാണ് പോലീസുകാർ പ്രവർത്തിച്ചത്? ഒരു വനിതാ പോലീസ് പോലും ഇല്ലാണ്ട് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തു. ഇങ്ങനത്തെ പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പോലീസുകാർ അജണ്ട ഏറ്റെടുത്തത്? ഈ നാറികൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ പെൺകുട്ടിയെ കുടുക്കിയ നാറികൾക്ക് വേണ്ടിയിട്ട്.
അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാല കണ്ടെത്തുകയല്ല. അങ്ങനെ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, മോഷണം പോയിട്ടുണ്ടെങ്കിൽ മാല കണ്ടെത്തുകയല്ലേ വേണ്ടത്. പക്ഷെ പകരം ഈ പെൺകുട്ടിയെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയുടെ തലയിൽ അടിച്ചമർത്തുകയാണ്, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. മാല മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് ഈ പെൺകുട്ടിയാണെന്ന് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? ഈ പെൺകുട്ടിയാണ് അത് കട്ടതെന്ന് ഒരു തെളിവുമില്ല. എന്നാൽ ഇവർ ചെയ്തിട്ടുള്ള എന്താണ്? ഈ പെൺകുട്ടിയുടെ തലയിൽ ആരോപണം വയ്ക്കുകയും അതേ തുടർന്ന് ഈ പെൺകുട്ടിയാണ് ഇത് ചെയ്തതെന്ന് വരുത്തി തീർക്കുകയും നാട്ടുകാരുടെ മുന്നിലും സമൂഹത്തിന്റെ മുന്നിലും കുടുംബത്തിന്റെ മുന്നിലും ഈ പെൺകുട്ടിയാണ് കള്ളി എന്നുള്ള രീതിയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഈ 4 കാവടി മക്കൾ ചെയ്തിട്ടുള്ള. അതേ തുടർന്ന് മനം നൊന്താണ്. എത്രത്തോളം ആ പെൺകുട്ടി കരഞ്ഞ് ഏങ്ങി പറയുന്നുണ്ട് താനത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം, തന്നെ കുടുക്കിയതാണെന്നും തന്റെ ഭർത്താവ് അടക്കം നാറിയാണെന്നുള്ളൊരു കാര്യം അടക്കം ഇവിടെ പറയുന്നുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു പക്ഷേ സ്ത്രീധനത്തിന്റെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാണും. അതേ തുടർന്ന് ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ഇവിടെ നാട്ടിപ്പായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വ്യാജ ആരോപണങ്ങളിട്ട് ഈ പെൺകുട്ടി ഈ വീട്ടിൽ നിന്ന് തനിയെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നാടകവുമാവാം. അതിൽ ആ പെൺകുട്ടി വീണു. പക്ഷെ വീണതും ആ പെൺകുട്ടി സ്വയം ജീവനൊടുക്കിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. താൻ സ്വയം ജീവൻ ഒടുക്കുന്നതിന് മുന്നേ താൻ അത് ചെയ്തിട്ടില്ല, ചെയ്യത്തില്ല എന്നുള്ള കാര്യം അടക്കം, തന്റെ മാനസികാവസ്ഥ അടക്കം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് താൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ പെൺകുട്ടി എത്രത്തോളം നീറിക്കാണും. ആ പെൺകുട്ടിക്ക് ഈ അവസ്ഥയ്ക്ക് കാരണമാക്കിയിട്ടുള്ള അപരാധി മക്കളെ എല്ലാം ശിക്ഷിക്കണം. ഇവിടുത്തെ നിയമത്തിന് കഴിയുമോ? വെല്ലുവിളിക്കുകയാണ്. കഴിയുമോ? കഴിയില്ലേ? എനിക്കറിയത്തില്ല ഇവിടെ എത്രത്തോളം ഇതെല്ലാം ഇനി മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ നമ്മൾ ജനങ്ങൾ പ്രതികരിക്കണം. ആ അപരാധികൾ ആരാണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടണം. വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ആ അപരാധി മക്കളെ ആക്കണം. ആ അപരാധികളുടെ ഫോട്ടോയോ കാര്യമോ ഡീറ്റെയിൽസോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ സെൻഡ് ചെയ്ത് തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള നാറുകൾ സമൂഹത്തിൽ ഇനി ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു പെൺകുട്ടിയെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ടും ആ പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഉണ്ടാക്കിയ ഒരു നാടകമാകാം. ഇനി യഥാർത്ഥമായിട്ട് മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് പോലീസിൽ പരാതിപ്പെട്ട് അത് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ മോഷണം പോയെന്ന് പറഞ്ഞിട്ട് ഒരാളെ കള്ളനാക്കാനോ കള്ളിയാക്കാനോ ഇട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്ത് ഉറപ്പിന്റെ ബലത്തിലാണ് ആ പെൺകുട്ടിയാണ് ആ മോഷണം നടത്തിയതെന്ന് നിങ്ങൾ പറഞ്ഞു തെളിവ് സഹിതം നിങ്ങൾ വയ്ക്കേണ്ടി വരും. ഏത് അപരാധികളായാലും തെളിവ് സഹിതം നിങ്ങൾ വയ്ക്കേണ്ടി വരും. പകരം ഇത് ആ പെൺകുട്ടി ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി ആ പെൺകുട്ടിയുടെ അമ്മ പറയാൻ നമുക്കൊന്ന് കേട്ട് നോക്കാം. ആ ചെക്കനും വന്നിട്ട് രണ്ടാളും ഭീഷണിപ്പെടുത്തി. ഓള് മുസാബല പിടിച്ച് ഞാൻ 9 രൂപ എടുത്തിട്ടാ എന്നെ പറയണ്ട, ഞാൻ മെച്ചോ നീ വെച്ച് നമുക്ക് എന്താ കേട്ടോ എന്നിട്ട് ഓള് ബേജാറ് കൊണ്ട് മെച്ചത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് വനിതാ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിൽ യുവതിയെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചതായും പരാതിയുണ്ട്. വിളിപ്പിച്ചിന് എന്നിട്ട് ഞാനും ഓളും പോയിട്ടാകുമ്പോൾ ഓളിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയും, ഞാൻ പൊന്നെടുത്തിട്ടാ എന്നെ പോലെ. അപ്പോൾ പോലീസ് ഓള് പറഞ്ഞ് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയില്ല, നീ എന്നെ എടുത്തിനെ. ഓളെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ബേജാറാക്കി. അപ്പം ഞാനും കേട്ട് പോലീസ് നായനെല്ലാം കൊടുന്നെങ്കിൽ തെളിയല്ലേ. അപ്പോൾ പറഞ്ഞ് പോലീസ് നായനെ കൊണ്ടുവരാൻ കഴിയല, അത് അന്ന് തന്നെ കൊണ്ടുവരണം ചെയ്ത്. പിന്നെ ഓർമ്മത്തിവിടെ നല്ല ഓണം ഭീഷണിപ്പെടുത്തി. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വീടിൻ്റെ അടുത്ത് മൂട്ടിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി, സഹിക്കാൻ കഴിയായിട്ട് ഓള് മരിച്ചത്. ആ ചെക്കൻ്റെ ഉമ്മ വന്നിവിടെ ഭീഷണിപ്പെടുത്തി വാങ്ങാറ്. കേട്ടല്ലോ. അതായത് ആ ചെക്കൻ്റെ ഉമ്മ അടക്കം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാകുന്നത്. അതുപോലെ വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്തത് വളരെ മോശമായിട്ടെന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്രത്തോളം സഫർ ചെയ്തതാണ് ആ പെൺകുട്ടി. മാനസികമായിട്ട് തളർന്ന് തരിപ്പണമായി തനിക്കിനി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, താൻ കള്ളിയാണ്, താൻ മോഷണ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിൽ ആ കുട്ടിയെ പെടുത്തുകയും അതേ തുടർന്ന് മനം നൊന്താണ് ആ കുട്ടി അത് ചെയ്തിട്ടുള്ളത്. ഞാനൊരു കാര്യം പറയാം, ഒരിക്കലും ആ കുട്ടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല, ഇങ്ങനെ സ്വയം ജീവൻ ഒടുക്കത്തില്ല. ജീവൻ ഒടുക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടത്തില്ല. താൻ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടത്തില്ല. താൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായാൽ കൂടി തന്റെ നിരപരാധിത്വം ജനങ്ങൾ അറിയണം എന്നുള്ളൊരു ഒറ്റ ഇന്റൻഷനിലാണ് ആ പെൺകുട്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ട് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായിട്ടുള്ള. ഈ പെൺകുട്ടിയുടെ മരണ കാരണത്തിനുള്ള എല്ലാ അപരാധി മക്കളെയും ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക തന്നെ വേണം. ആ പെൺകുട്ടി എന്തുമാത്രം സഫർ ചെയ്തിട്ടുണ്ടാവും എന്ന് ആ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഷ്ടം. എന്ത് തെറ്റാണ് ആ പെൺകുട്ടി ചെയ്തത്? നിനക്കൊക്കെ വേണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടുകൂടായിരുന്ന? നിനക്കൊക്കെ പറ്റുന്നില്ലെങ്കിൽ, നിനക്കൊക്കെ സ്ത്രീധനം കിട്ടിയത് പോരാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എന്ത് അജണ്ടയുടെ പുറത്താണ് നീയൊക്കെ എല്ലാം കൂടി പ്ലാൻ ചെയ്ത് ആ കുട്ടിയെ തീർത്തത്? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇനി ഞാൻ കമന്റ് ബോക്സ് ഒന്ന് വായിക്കാം. ഈ മോളെ മരണത്തിന് ഇട്ടുകൊടുത്ത ഒരുത്തനെയും ഒരുത്തിയും വെറുതെ വിടരുത്. ആ പാവത്തിനെ കൊന്നവർക്ക് ഇനിയുള്ള കാലം നരകിച്ച് ജീവിക്കാം. കരഞ്ഞ് അതിന്റെ കണ്ണുനീർ പോലും വറ്റിപ്പോയിരിക്കുന്നു. ഈ കുട്ടിയെ കുടുക്കിയവർ അനുഭവിക്കും തന്നെ ചെയ്യും. പാവം കണ്ടിട്ട് തന്നെ വിഷമമാകുന്നു. പോലീസുകാർ എപ്പോഴും പിടിപാടുള്ളവരുടെ കൂടെ ആയിരിക്കും, അവിടെ ഒരു നേരിനും സ്ഥാനമില്ല. സത്യം, ഈ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ള ടീംസിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതേതോ പിടിപാടുള്ള ടീമുകൾ തന്നെയാണ്, സ്റ്റേഷനുമായിട്ട് അത്യാവശ്യം പിടിപാടുള്ള ടീമുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിയെ നൈസായിട്ട് അവർ കുടുക്കിയിട്ടുള്ളത്. എല്ലാ പോലീസുകാരെയും
ഡിസ്മിസ് ചെയ്യണം. സസ്പെൻഷൻ എങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അതെങ്കിലും ചെയ്യണം. ഡിസ്മിസ് ഒന്നും നടക്കുന്ന കാര്യമല്ല, സസ്പെൻഷൻ എങ്കിലും ചെയ്യുക. പാവം, മറ്റാരെന്ത് പറഞ്ഞാലും അവൾ സഹിക്കുമായിരുന്നു, സ്വന്തം ഭർത്താവും വീട്ടുകാരും കൂടെ. അതെ, ഈ സ്വന്തം ഭർത്താവും വീട്ടുകാരും ഉൾപ്പെടെ ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയതിന്റെ ആ ഒരു അജണ്ടയാണ് എനിക്ക് പിടികിട്ടാത്ത. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഫ്രണ്ടിന്റെ അമ്മയുടെ കിടുതാപ്പ് പോയെന്നാണല്ലോ. ആ സാധനം പോയവരും ഈ ഭർത്താവിന്റെ വീട്ടുകാരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഈ പെൺകുട്ടിയെ ഇങ്ങനെ നാട്ടിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കിട്ടിയ സ്ത്രീധനം പോരാഞ്ഞിട്ട് ആ പെൺകുട്ടിയെ ഇവിടെ നാട്ടിൽ പായിക്കാൻ വേണ്ടിയിട്ട് ഇവർ കളിച്ചിട്ടുള്ള നാടകമാണോ എന്നുള്ള ഡൗട്ട് എനിക്ക് നല്ലോണം ഉണ്ട്. പാവം, ആ കരച്ചിലുണ്ട്, ജീവിക്കാനുള്ള ഒരു പിടി ആഗ്രഹം. പാവം, ആകെ തകർന്നു പോയി. ഈ നശിച്ച ലോകത്ത് ജീവിക്കുന്നത് തന്നെ ഒരു ശിക്ഷയാണ്. നശിച്ച ആളുകൾ സത്യം മൂടിപ്പെടും, അനീതി തുടർന്നുകൊണ്ടിരിക്കും. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. സ്വയം ജീവനൊടുക്കിയതിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. എന്തിനാണ് മോളെ അങ്ങനെ ചെയ്തത്? നിനക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു. പിന്നെ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആ കുട്ടിയുടെ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന പോലീസുകാർ ഉൾപ്പെടെ ആ കുട്ടിയെയാണ് കുറ്റപ്പെടുത്തിയിട്ടുള്ളത്, ചോദ്യം ചെയ്തത്, മാനസികമായിട്ട് തളർത്തിയിട്ടുള്ളത്. ആ സ്ഥിതിക്ക് ആ കുട്ടീനെ എവിടെ നീതിക്ക് വേണ്ടിയിട്ട് പോകും അല്ലെ? ഈ വീഡിയോ കുറച്ച് നേരത്തെ ചെയ്ത് സോഷ്യൽ മീഡിയയിലെങ്കിലും ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് സംസാരിച്ചേനെ, ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരാൻ ഞങ്ങളെ പോലുള്ളവർ ശ്രമിച്ചേനെ. പക്ഷെ ഇനി എന്ത് ചെയ്യാൻ അവസ്ഥ? ഇതുപോലത്തെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഏതെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സർക്കിളിലുള്ള പോലീസുകാരെയും അല്ലെങ്കിൽ നിങ്ങളുടെ പരിധിയിലുള്ള സ്റ്റേഷനിൽ മാത്രം സംസാരിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താം എന്ന് പ്രതീക്ഷിച്ച് പോയിട്ട് നടന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ കുറച്ചുകൂടി ശ്രമിക്കുക. സ്വയം ജീവനൊടുക്കി സ്വന്തം ജീവനല്ല എടുത്ത് കളയേണ്ടത്. ഇനി ഈ പെൺകുട്ടിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടി, ജനങ്ങളുടെ മൊത്തം സപ്പോർട്ട് കിട്ടിയാൽ കൂടി ആ പെൺകുട്ടി ഇന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ ഈ ഭൂമിയിലില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ പെൺകുട്ടി മരിച്ചത് കൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ കുറെ പേര് സംസാരിക്കും. മറിച്ച് ജീവിച്ചിരുന്നപ്പോൾ സ്വന്തം നാട്ടുകാരടക്കം കുറ്റപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ വീട്ടുകാരും കുടുംബക്കാരും സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാരും അടക്കം കുറ്റപ്പെടുത്തിയിരുന്നു. സ്വന്തം അമ്മ മാത്രം സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. വല്ലാത്തൊരവസ്ഥ. പോലീസ് സ്റ്റേഷനിൽ കേസുമായിട്ട് പോയിട്ട് പോലും നീതി ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് അന്വേഷിക്കാൻ പോലും പോലീസുകാർ ആഗ്രഹം പ്രകടിപ്പിച്ചില്ല എന്നുള്ള കാര്യം കൂടി വാസ്തവമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന. അപരാധി മക്കളെ എല്ലാം ശിക്ഷിക്കണം. ഊഹിച്ചു പറയരുത്, ഇത് വെറുതെയല്ല പറയുന്നത്. അനാവശ്യം പറഞ്ഞവരെയും പ്രതിയാക്കിയ പോലീസുകാരെയും പിടിച്ച് കടുത്ത ശിക്ഷ കൊടുക്കണം. ഭർത്ത വീട്ടുകാരെ ചോദ്യം ചെയ്താൽ എല്ലാത്തിനും മറുപടി കിട്ടും. അതെ, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിനും മറുപടി കിട്ടും. ഇനി ഒരു പക്ഷേ ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ വീട്ടുകാരാണ് ഇത് ചെയ്തെങ്കിലോ ഈ പെൺകുട്ടിയെ നാറ്റിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് തക്കതായ രീതിയിൽ അന്വേഷിക്കണം. പ്രത്യേകിച്ചും ഈ ഓപ്പോസിറ്റ് നിന്നിട്ട് ഈ പെൺകുട്ടിയാണ് ഇത് മോഷണം നടത്തിയെന്ന് പറഞ്ഞ ടീംസിന് എങ്ങനെയാണ് ഈ പെൺകുട്ടിയാണ് ഇത് മോഷ്ടിച്ചതെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ സാധിച്ചു? അതാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി മോഷ്ടിച്ചു എന്നതിന് ഒരു തെളിവുമില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ പറഞ്ഞു ആ പെൺകുട്ടിയാണ് അത് മോഷ്ടിച്ചതെന്ന്? അത് പുറത്തു കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് അങ്ങും ഇങ്ങും തൊടാതെ പോയിരിക്കും. ഇത് നമ്മളെല്ലാവരും ചർച്ച ചെയ്യണം. കാരണം ആ പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള അപരാധി മക്കളെ ശിക്ഷിക്കണം. നാളെ ഇതേ അവസ്ഥ ഒരു പെൺകുട്ടിക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ പോലീസുകാരുടെ പങ്ക് കണ്ടെത്തണമെങ്കിൽ കേസ് CBIക്ക് വിടണം. അതിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയത്തില്ല, കാരണം നടക്കുമെന്നൊന്നും തോന്നുന്നില്ല. എന്നാലും ഈ പെൺകുട്ടിയുടെ മരണ കാരണമായിട്ടുള്ള അപരാധി മക്കളെ പുറത്തു കൊണ്ടുവരണം. കണ്ടിട്ട് സങ്കടം. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും പോരാടണം. പക്ഷെ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ ആവില്ല. അതെ, എന്ത് പ്രതിസന്ധി വന്നാലും പോരാടണം. പക്ഷെ എല്ലാവരുടെ മനസ്സും ഒരുപോലെയല്ല. ആ പെൺകുട്ടി കടന്നു പോയിട്ടുള്ള മാനസിക അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാരും സ്വന്തം ഭർത്താവും അടക്കം സപ്പോർട്ടില്ല, എതിരായി നിൽക്കുന്ന അവസ്ഥ. അവിടെയാണ് എനിക്ക് വേറൊരു പോയിന്റ് ഡൗട്ട് വരുന്നത്. ഈ പെൺകുട്ടി മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട്? എന്തായാലും നാട് വിട്ടു പോകാനോ ലക്ഷറി ജീവിതം ജീവിക്കാനോ പറ്റത്തില്ല അങ്ങനെ ഒരു മോഷണം നടത്തിയാൽ. അപ്പൊ സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാരടക്കം ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുമ്പോൾ ആണ് എനിക്ക് ഡൗട്ട്. കാരണം ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ പെൺകുട്ടി ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള ഭർത്താവിന്റെ വീട്ടുകാരുടെ പ്ലാനും അതുപോലെ ആ മോഷണം പോയെന്ന് പറഞ്ഞ ടീമിന്റെ ഒത്തുള്ള പ്ലാൻ ആണോ എന്നുള്ളൊരു കാര്യം കണ്ടെത്തണം. പോലീസുകാർ എന്ത് കീരകത്തിനുമാണ് കേസെടുക്കാനൊന്നും നിങ്ങൾ സ്റ്റേഷനിൽ ഇരിക്കുന്നത്? കണ്ട ഏതെങ്കിലും അപരാധി മക്കളൊന്ന് കള്ളക്കേസ് വരുമ്പോൾ നിങ്ങൾ ഉടനെ കേസെടുക്കും. എന്തായാലും ഏതെങ്കിലും ഒരു നിസ്സഹായ അവസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് നീതിയില്ല. ഇന്ന് ആ പെൺകുട്ടി മരിച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും ചർച്ചാ വിഷയമാകുന്നത്. നമ്മളെല്ലാവരും സംസാരിക്കണം, എല്ലാവരും സംസാരിച്ചിരിക്കണം ഈ കേസ്. ഈ പാവത്തിന്റെ മരണത്തിന് ആ കുഞ്ഞുങ്ങളെ അനാഥരാക്കിയവർ എല്ലാം നശിച്ചു പോട്ടെ. എല്ലാ അപരാധി മക്കളും നശിച്ച് നാറാണത്തെ നിന്റെ അമ്മയുടെ കാലത്ത് നീ ഒന്നും ഗുണം പിടിക്കാൻ പാടില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ കാണുമ്പോൾ അറിയാം ഈ ജീവിതത്തിൽ അതൊരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്ന്. അതെ, ആ പെൺകുട്ടിയെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ജീവിതകാലം മൊത്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്നും സ്വന്തം വീടിന്റെ അവസ്ഥ അറിയത്തില്ല, ഭർത്താവിന്റെ വീട്ടിൽ നിന്നും നല്ല പോലെ അനുഭവിച്ചു തന്നെയാണ് ഇത്രയും കാലം ആ പെൺകുട്ടി അവിടെ സഫർ ചെയ്ത് ജീവിച്ചിരുന്നതെന്ന്. സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാരും അടക്കം ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ ആ പെൺകുട്ടിയെ തള്ളി പറയുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ പങ്കുണ്ട് എന്നുള്ളൊരു കാര്യം വാസ്തവമാണ്. സ്വന്തം ഭർത്താവ് പോലും കൂടെ നിന്നില്ലെങ്കിൽ അവൻ എന്നാ കീരാവിത്ത് ഉണ്ടാക്കുന്ന ഭർത്താവ് ആണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
സ്ത്രീധനം കിട്ടാത്തതിൻ്റെ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ഒഴിവാക്കിയിട്ട് അവന് മറ്റൊരു കല്യാണം കഴിക്കാനോ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെ ഒരു കളി കളിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ആ പെൺകുട്ടി ഇവിടെ നിന്ന് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകുമെന്ന് അവർ വിചാരിച്ച് കാണും, പ്രതീക്ഷിച്ച് കാണും. അതിനു വേണ്ടിയിട്ടുള്ള തന്തയില്ലായ്മയായിരിക്കണം ഈ കളി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കൂട്ടുകാരി എന്ന് പറഞ്ഞവളെ അടിച്ചു കൊല്ലുക, ഈ കുട്ടിയുടെ വേണ്ടപ്പെട്ടവർ വെറുതെ വിടരുത് അവരെ. അതായത് ഈ പെൺകുട്ടി പറയുന്നുണ്ട് കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നാണെന്ന്. ഏതാടി നീ കൂട്ടുകാരി? അപരാധി മോളെ. ഏത് അപരാധി മോളാണ് ആ കൂട്ടുകാരി? അവളെ വെറുതെ വിടരുത്. നിനക്കെങ്കിലും പറഞ്ഞൂടെ? നിന്റെ വീട്ടുകാരി ഇങ്ങനെ ഒരു ആരോപണം ഇട്ടപ്പോഴും നിന്നെ കൂട്ടുകാരി എന്ന് പറയാൻ കാണിച്ച മനസ്സ് നീ അനുഭവിക്കും. നീ നിന്റെ ഭർത്താവിന്റെ കുടുംബം അനുഭവിച്ചിരിക്കും. ആ പാവത്തിന്റെ മരണത്തിന് ഉത്തരവാദിയാക്കിയ എല്ലാ ദുഷ്ടജന്മങ്ങളെയും വെള്ളം ഇറങ്ങാതെ പുഴുത്തു ചാകും. കഷ്ടം തന്നെ ആ പാവത്തിന്റെ വിധി, സത്യം. എന്നാലും ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെമ്പിള്ളാർക്ക് നല്ല പയ്യന്മാരെ കിട്ടത്തില്ല, നല്ല പയ്യന്മാർക്ക് നല്ല പെമ്പിള്ളാരെയും കിട്ടത്തില്ല, അപരാധികൾക്ക് നല്ലവരെയും കിട്ടും. ഇതാണ് ഇവിടെ ഉള്ള ഒരു രീതി. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതുപോലത്തെ നല്ല പിള്ളേരെ ഏതെങ്കിലും അപരാധി മക്കൾക്ക് കിട്ടും, ഏതെങ്കിലും കാട്ടപരാധികൾക്ക്. കൂടുതലൊന്നും പറയാനില്ല. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എന്തായാലും നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും. ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം. ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത നീതി ആ പെൺകുട്ടി മരിച്ചപ്പോഴെങ്കിലും കിട്ടണം. കാരണം എല്ലാ അപരാധികളെയും ശിക്ഷിക്കണം. ഈ പെൺകുട്ടി എന്ത് അജണ്ടയുടെ പുറത്താണ് ഇങ്ങനെ ഒരു വ്യാജ ആരോപണമിട്ട് ഈ അപരാധികളെല്ലാം കൂടി കൂട്ടക്കൊല ചെയ്തതെന്നാണ് എനിക്ക് അറിയേണ്ടത്. എന്തായാലും ഇതിന്റെ തക്കതായ അന്വേഷണം അന്വേഷിച്ച് കൊണ്ടുവരണം. ഈ കേസ് തെളിയിക്കണം. ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആദ്യം ഇരുന്നില്ല പോലീസുകാരെ. അതായത് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തവരും അല്ലാണ്ട് ഈ പെൺകുട്ടി കേസുമായിട്ട് അങ്ങോട്ട് പോയപ്പോൾ എടുക്കാത്തവരുമായിട്ടുള്ള ടീം എല്ലാത്തിനെയും ഡിസ്മിസ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. ഇതുപോലത്തെ പോലീസുകാർ എന്തിനാണ് നമ്മുടെ ഇവിടെ വച്ചുകൊണ്ടിരിക്കുന്നത്? സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി ലഭിക്കാനും അവർക്ക് വേണ്ടിയിട്ട് നിൽക്കാനുമല്ലേ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള. എന്നാൽ ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന കുറെ അപരാധികൾ പൈസകൾ വാങ്ങി മറ്റേ വലിയവന്റെ മൂടും താങ്ങി നടക്കുന്നത് കാണുമ്പോൾ വെറും പുച്ഛമാണ് തോന്നുന്നത്. ആ പെൺകുട്ടിയുടെ മരണത്തിന് ആയിട്ടുള്ള എല്ലാ അപരാധികളെയും ശിക്ഷിക്കണം. നിയമത്തിന്റെ മുന്നിലും കൊണ്ടുവരണം, ശിക്ഷിക്കണം. ദൈവത്തിന്റെ കോടതിയിൽ മികച്ചൊരു ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം. ബൈ.